ഒരു കാലഘട്ടത്തിൽ യോഗ എന്നാൽ സർക്കസ് ആണെന്ന് പറഞ്ഞ് പരിഹസിച്ചൊരു സമയമുണ്ടായിരുന്നു. പിന്നീട് അത് മാറ്റിയത് പ്രശസ്ത യോഗാചാര്യ ടി ചിദംബരത്തിൻ്റെ നേതൃത്വത്തിൽ നടന്ന പ്രചരണമായിരുന്നു. അദ്ദേഹം എഴുതിയ സുപ്രസിദ്ധമായ യോഗാഭ്യാസം യോഗ ചികിത്സയും എന്ന പുസ്തകമാണ് അതിന് പ്രധാന കാരണമായി തീർന്നത്. വർഷങ്ങൾ കഴിഞ്ഞു. അതിനുശേഷം യോഗ ഇന്ത്യ മുഴുവൻ പന്തലിച്ചു, ലോകം മുഴുവൻ പന്തലിച്ചു. അതിന് കാരണം നരേന്ദ്രമോദിയാണ്. എന്നാൽ കേരളത്തിൽ ശാന്തിയും സമാധാനവും ഉണ്ടാക്കാൻ വേണ്ടി പ്രവർത്തിച്ചൊരു വ്യക്തിത്വമുണ്ട്, ശ്രീ എം. അദ്ദേഹം സ്ഥാപിച്ച ശ്രീ സത്സംഗ് ഫൗണ്ടേഷൻ. ഞാനിപ്പോൾ നിൽക്കുന്നത് അവിടെയാണ്. ശ്രീ സത്സംഗ് ഫൗണ്ടേഷനെക്കുറിച്ച് നേരത്തെ മനസ്സിലാക്കുകയും ഇവിടെ സന്ദർശിക്കണമെന്ന് വർഷങ്ങളായി ആഗ്രഹിക്കുകയും ചെയ്തിരുന്ന സമയത്ത് ഇന്നാണ് എനിക്കതിന് പറ്റിയത്. ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ള ശ്രീ KL പോളാണ്. അദ്ദേഹം ഒരു എഴുത്തുകാരനാണ്, അതോടൊപ്പം പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു. യോഗാരംഗത്ത് 42 വർഷം പ്രാക്ടീസ് ചെയ്തൊരു വ്യക്തിത്വമാണ്. നമസ്കാരം. നമസ്കാരം. അതായത് വർഷങ്ങൾക്ക് മുമ്പ് യോഗാചാര്യ ടി ചിദംബരം എന്ന പേരായിരുന്നു കേരളത്തിൽ യോഗയെക്കുറിച്ച് അറിയപ്പെട്ടിരുന്നത്. ഇപ്പോൾ അതിൻ്റെ ഏറ്റവും അധികം അറിയപ്പെടുന്ന പേര് കേരളത്തിൽ ശ്രീ എം ആണ്. രണ്ടു പേരും തമ്മിലുള്ള ഒരു വ്യത്യാസം അല്ലെങ്കിൽ എന്താണ് അങ്ങോട്ടുള്ള ഒരു യാത്ര എന്താണ്? ഞാൻ ഈ യോഗ രംഗത്ത്, അതായത് ഈ യോഗ പരിശീലനവും പഠനവും ആയിട്ട് വന്നിട്ട് ഏതാണ്ട് 42 വർഷമായി. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഇതിലേക്ക് ഞാൻ ആകൃഷ്ടനാവുകയും പലതരത്തിലുള്ള പുസ്തകങ്ങൾ, അതിപ്പം BKS അയ്യങ്കാരുടെ ലൈറ്റ് ഓൺ യോഗ തുടങ്ങിയ ഇംഗ്ലീഷിലുള്ള പുസ്തകങ്ങൾ, സ്വാമി രാമയുടെ പുസ്തകങ്ങൾ, അക്കൂട്ടത്തിൽ അതൊക്കെയും വളരെ ഈ അതിൻ്റെ ജാർഗൺസ് ഉപയോഗിച്ചുകൊണ്ടുള്ള യോഗയുടെ ഒരുപാട് ടെക്നിക്കൽ ടേംസും നമുക്ക് ഒരു പുതുതായി ആ രംഗത്ത് വരുന്നവർക്ക് പ്രവേശിക്കാൻ അല്പം ബുദ്ധിമുട്ടുള്ള, ഇപ്പോൾ കുണ്ടലിനി യോഗം പോലുള്ള പദപ്രയോഗങ്ങൾ ഒക്കെ ആദ്യം ഒരു മടുപ്പുണ്ടാക്കുമെങ്കിലും നമുക്ക് താല്പര്യമുള്ളത് കൊണ്ട് അതൊക്കെ വായിച്ചു. പക്ഷേ ഈ ശ്രീ ടി ചിദംബരൻ എന്ന് പറഞ്ഞ വ്യക്തിയുടെ ആ യോഗാചാര്യൻ്റെ പുസ്തകം യോഗാഭ്യാസവും യോഗ ചികിത്സയും, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അത് 80കളുടെ അവസാനം മറ്റുമാണ് ആ പുസ്തകം എൻ്റെ കയ്യിൽ കിട്ടുന്നത്. അതൊരു വല്ലാത്ത പുസ്തകമാണ്. എന്ന് വെച്ചാൽ അതൊരു സാധാരണക്കാരന്, ഏതൊരു ജീവിതത്തിൻ്റെ ഏത് മേഖലയിലുള്ള ഒരാൾക്കും വളരെ അനായാസമായി വായിച്ച് മനസ്സിലാക്കാനും അതനുസരിച്ച് പ്രാക്ടീസ് ചെയ്യാനും പരിശീലിക്കാനും പറ്റുന്ന ഒരേ ഒരു പുസ്തകം മലയാളത്തിലുള്ളത് ഈ യോഗാഭ്യാസവും യോഗ ചികിത്സയും എന്ന പുസ്തകമാണ്. അദ്ദേഹത്തെ ഞങ്ങളുടെ ആത്മീയ ഗുരുവായ ശ്രീ എമ്മുമായി കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇതുപോലെ തന്നെ വളരെ ജനകീയമായി അദ്ദേഹം ഈ യോഗ എന്ന് പറയുന്നത് ഈ സാധാരണ നമ്മളിപ്പോൾ കണ്ടുവരുന്ന യോഗ സ്കൂളുകളും യോഗ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പഠിപ്പിക്കുന്ന ആസനങ്ങളും പ്രാണായാമങ്ങളും അല്ല. അതിനും ഉപരിയായിട്ട് കുറേ അധികം ഗൂഢമായ ചില വിദ്യകൾ, അതായത് ഇപ്പോൾ ക്രിയായോഗം പോലുള്ള ഇത് എല്ലാവർക്കും പ്രാപ്യമല്ല. അങ്ങനെയുള്ള വിദ്യ ശ്രീ എം എല്ലാവർക്കുമായിട്ട് അത് എത്തിക്കുകയും അതിൻ്റെ ഗുണം എല്ലാവർക്കും ലഭിക്കണമെന്ന് അദ്ദേഹം തീരുമാനിക്കുകയും അതനുസരിച്ച് ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തെല്ലായിടത്തും അത് പ്രചരിപ്പിക്കുകയും അത് വീണ്ടും വീണ്ടും അത് പരിശീലിക്കാനുള്ള പ്രേരണ നൽകുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ അർത്ഥത്തിൽ ടി ചിദംബരൻ എന്ന യോഗാചാര്യനും ശ്രീ എം എന്ന യോഗാചാര്യനും എത്തുന്നത് ഒരു സ്ഥലത്ത് തന്നെയാണ്. വളരെ ജനകീയമായി എല്ലാവർക്കും ഇത് എത്തണം, മറ്റു പലരെയും പോലെ അല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ ഒരു പോയിന്റ്. അതായത് ജയിലുകളിൽ പോലും യോഗ അഭ്യസിക്കണമെന്നും ആ കുറ്റവാളികളെ മാറ്റി ജീവിതത്തിലേക്ക് കൊണ്ടുവരണമെന്ന് ആഗ്രഹിച്ച ഒരാളായിരുന്നു യോഗാചാര്യ ടി ചിദംബരം. അതേപോലെ തന്നെയാണ് ശ്രീ എം കേരളത്തിൽ കലാപഭൂമിയാക്കി കിടന്നിരുന്ന കലുഷിത ഭൂമിയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവിടെ സമാധാനം കൊണ്ടുവന്ന ഒരു വ്യക്തിത്വമാണ്. ഇത് രണ്ടും കൂടി കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെ കാണും? ഈ സമാധാനം എന്ന് പറയുന്നത് ആ ഒരു വാക്കിന് ഒരുപാട് അർത്ഥമുണ്ട്. സമാധാനം എന്ന് പറയുമ്പോൾ ഒരു ആൾക്കാർ തമ്മിലുള്ള ഒരു പിണക്കമില്ലാതാക്കലോ അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ഒരു വിദ്വേഷമില്ലാതാക്കലോ താൽക്കാലികമായ ഒരു ശമനം ഒന്നുമല്ല ഇത് നമ്മുടെ എല്ലാം ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന്, അടിത്തട്ടിൽ നിന്ന് വരുന്ന ഒരു സംഗതിയാണ് സമാധാനം. ആ സമാധാനം ഉണ്ടാക്കുന്നതിന് ഏറ്റവും പ്രധാനമായ മറ്റ് പല ഘടകങ്ങളുണ്ടെങ്കിലും പ്രധാനമായ ഒരു സംഗതിയാണ് യോഗാഭ്യാസം. അത് ഒരു കായികമായ അഭ്യാസം എന്നതിലുപരി അതൊരു മാനസികമായ ആത്മീയമായ ഒരു പരിഷ്കരണത്തിൻ്റേതായ ഒരു ശാസ്ത്രമാണ് യോഗ. അപ്പം ഈ യോഗയിലൂടെ വന്ന ഒരാളിന് തീർച്ചയായും അദ്ദേഹം സമാധാനമായിട്ടിരിക്കുന്നെങ്കിൽ
മറ്റുള്ളവരും സമാധാനമായിട്ടിരിക്കണം എന്ന് അദ്ദേഹം ആഗ്രഹിക്കും. അപ്പോൾ അതിൻ്റെ ഫലമായി ഇപ്പോൾ ലോകത്ത് അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടും നടക്കുന്ന സംഘർഷങ്ങളെയൊക്കെ ലഘൂകരിക്കാൻ അദ്ദേഹം സ്വമേധയായി ഇറങ്ങി പുറപ്പെടുകയും അതിനുവേണ്ടി ശ്രമിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു പരിതാവസ്ഥയിൽ നമുക്ക് പറയാവുന്നത്. അങ്ങനെ ഒരു കണ്ണൂരിൽ ഉണ്ടായിരുന്ന നിരന്തരമുണ്ടായിരുന്ന രക്തച്ചൊരിച്ചിൽ ഇല്ലാതാക്കാൻ അദ്ദേഹം ശ്രമിച്ചു എന്നുള്ളത് സത്യമാണ്. പിന്നെ അതിനുപരി അദ്ദേഹം കന്യാകുമാരി മുതൽ കാശ്മീർ വരെ 2015 മുതൽ 16 പകുതി വരെ നടത്തിയ ഒരു പദയാത്രയുണ്ട്. ഓരോ ദിവസവും 20-22 കിലോമീറ്റർ നടന്ന് ആ യാത്രയിൽ പങ്കെടുത്ത ഒരാളാണ് ഞാനും. അപ്പോൾ അങ്ങനെ അതും ഈ സമാധാനത്തിന് വേണ്ടിയുള്ള യാത്രയായിരുന്നു. അപ്പോൾ അതിൻ്റെ എല്ലാം വെളിച്ചത്തിൽ ഇപ്പോൾ ഈ ജയിലിലെ കാര്യം പറഞ്ഞു. ഇപ്പം യോഗാചാര്യ TG ചിദംബരം മാസ്റ്റർ നടത്തിയ ആ ശ്രമങ്ങളുടെ ഒരു തുടർച്ചയെന്ന് വേണമെങ്കിൽ പറയാം. ഈ അടുത്ത കാലത്ത് ഇന്ത്യയിലുള്ള മിക്കവാറും ജയിലുകളിൽ ഞങ്ങളുടെ പ്രവർത്തകർ ശ്രീ എമ്മിൻ്റെ നേതൃത്വത്തിൽ തിഹാർ ജയിൽ ഉൾപ്പെടെ ഇവിടെ പൂജപ്പുരയുള്ള സെൻട്രൽ ജയിലിൽ വരെ അവിടുത്തെ ജയിൽ പുള്ളികൾക്ക് അങ്ങനെ പറയാമോ എന്ന് എനിക്കറിഞ്ഞുകൂടാ, അവിടുത്തെ അന്തേവാസികൾക്ക് ഞങ്ങൾ പരിശീലനം നൽകുകയുണ്ടായി. അപ്പോൾ ഇതെല്ലാം നോക്കുമ്പോൾ ഈ പ്രവർത്തനം ഓരോ കാലഘട്ടത്തിലും ഓരോ വ്യക്തികൾ വരുന്നു, അവരുടേതായ രീതിയിൽ നടത്തുന്നു. പക്ഷേ ലക്ഷ്യം ഒന്ന് തന്നെയാണ്, അത് നടക്കുന്നുണ്ട്. അതായത് ഒരു കാലഘട്ടത്തിൽ യോഗ എന്ന് പറയുന്ന ഒരു പരിഹാസം കടന്ന വേടായിരുന്നു. കാരണം സർക്കസുകാർ ഇതാവുന്നതാണ്, പിന്നെ ഒരു ജാതി ഉന്നത പിള്ളേർക്ക് മാത്രമുള്ളതാണ് എന്നൊക്കെ പറഞ്ഞ ഒരു പ്രചരണം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്താണ് യോഗാചാര്യ TG ചിദംബരം ഇത്തരം രംഗപ്രവേശം ചെയ്തതിനു വേണ്ടി കഠിന പ്രയത്നം ചെയ്തൊരു വലിയ പ്രചാരണം നടത്തി മാറ്റമുണ്ടാക്കാൻ ശ്രമിക്കുന്നത്. ആ കാലഘട്ടത്തെയും ഈ കാലഘട്ടത്തെയും കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെ തോന്നുന്നു? തീർച്ചയായിട്ടും അത് പറയാൻ അന്നത്തെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അന്ന് ഈ പറഞ്ഞ പോലുള്ള ഒരു സാഹചര്യത്തിൽ യോഗ എന്ന് പറയുന്ന ഒരു സാധനം ജനങ്ങളിലേക്ക് എത്തിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അത് എല്ലാവരും കണ്ട ഒരു ജാതിയുടെയോ മതത്തിൻ്റെയോ ഒക്കെ ഒരു പരിവേഷം അന്ന് ഈ യോഗയ്ക്കുണ്ട്. ഉദാഹരണത്തിന് ഞാൻ ജനിച്ചു വളർന്നത് ഒരു ക്രിസ്ത്യൻ സമുദായത്തിലാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ ജനിച്ചു വളർന്ന എനിക്ക് തന്നെ എൻ്റെ കുടുംബത്തിലും അല്ലെങ്കിൽ എൻ്റെ സുഹൃത്ത് ബന്ധങ്ങളിലുമൊക്കെ നമ്മളിങ്ങനെ യോഗയിലേക്ക് പോകുമ്പോൾ പലതരത്തിലുള്ള എതിർപ്പുകളും പരിഹാസങ്ങളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അത് അക്കാലത്ത് അങ്ങനെ ആയിരുന്നെങ്കിൽ ഇക്കാലത്ത് അങ്ങനെ അല്ല. ഇപ്പം കേരളത്തിൽ പ്രത്യേകിച്ചും ഏതൊരു ആൾക്കും അറിയാം അത്യാവശ്യം ആസനങ്ങൾ എന്താണെന്നും പ്രാണായാമം എന്താണെന്നും അറിയുന്ന ഒരു തലത്തിലേക്ക് വന്നു. അപ്പം അക്കാലത്ത് TG ചിദംബരം നേരിട്ട അത്രയും പ്രശ്നങ്ങളൊന്നും ഇക്കാലത്ത് ഇല്ല. അതുകൊണ്ട് വളരെ അവർ ഉഴുതുമറിച്ച ആ മണ്ണിലാണ് ഇപ്പോൾ ശ്രീ എമ്മും അല്ലെങ്കിൽ അതുപോലെ ഉള്ള ആൾക്കാരും ഇത് വിത്തിറക്കുന്നത് എന്ന് പറയുന്നതിൽ എനിക്ക് യാതൊരു സങ്കോചവുമില്ല. അവർ പടുത്തുയർത്തിയ കാര്യങ്ങൾ അവർ ഉഴുതിട്ട സ്ഥലത്ത് ബാക്കി വിളവെടുക്കാൻ നമുക്ക് പിന്നീട് എളുപ്പമായി തീർക്കാൻ അവർ കഴിഞ്ഞു എന്ന് അത് പിന്നെ അതിൻ്റെ ഫലങ്ങളാണ് നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നതിൽ യാതൊരു മടിയുമില്ല. കാര്യം അതുപോലുള്ള ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഇപ്പോൾ TG ചിദംബരം മാസ്റ്റർ നടത്തിയതുപോലുള്ള ഒറ്റപ്പെട്ട ഈ യോഗയ്ക്ക് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ എല്ലാ കാലത്തും ഇന്ത്യയിലും ഈ കേരളത്തിലുമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പേരെടുത്ത് പറയുന്നില്ലെങ്കിലും അതൊക്കെ ഒരു ഒറ്റപ്പെട്ട സംഭവങ്ങൾ മാത്രമായിരുന്നു. അതൊരു ജനകീയമായ എല്ലാവരും ഏറ്റെടുക്കുന്ന തരത്തിലേക്ക് വന്നത് ഈ യോഗ അഭ്യാസവും യോഗ ചികിത്സയും എന്ന ആ പുസ്തകത്തിലൂടെയാണ്. അല്ലെങ്കിൽ അദ്ദേഹം നടത്തിയ കൊച്ചിയിലായിരുന്നു തോന്നുന്നു ആ ക്ലാസ്സുകൾ. അതൊക്കെ ആണെന്ന് എനിക്കറിയാം, ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഒരു കാലഘട്ടത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് ഇപ്പോൾ. പ്രത്യേകിച്ച് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം പിന്നെ ഇൻ്റർനാഷണൽ യോഗ ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നു. അങ്ങനെ ലോകം മുഴുവൻ അങ്ങനെ ഒരു അവബോധം യോഗയെക്കുറിച്ച് വന്നതിന് ശേഷം ആയതുകൊണ്ട് നമുക്ക് ഇപ്പോഴും ഞങ്ങളുടെ ഈ സ്ഥാപനത്തിലും ഒക്കെ ആളുകൾക്ക് കൂടുതൽ ഇൻട്രൊഡക്ഷൻ യോഗയെക്കുറിച്ച് കൊടുക്കേണ്ടതില്ല. അവർക്ക് അത്യാവശ്യം അറിയാം. നമ്മൾ പഠിക്കുമ്പോൾ തന്നെ ഇപ്പോൾ അത് സിലബസ് ആയിട്ട് പോലും വരുന്നുണ്ട്. പിന്നെ പലരും വന്ന് ഇപ്പോൾ തന്നെ ഇവിടെ പുതിയതായി ചേരുന്നവർ ചോദിക്കുന്നത് ഈ യോഗയുടെ ബേസിക് അല്ല, അതിൻ്റെ ഉപരിയായിട്ടുള്ള ഇപ്പം മുദ്രകൾ പഠിപ്പിക്കുമോ, ബന്ധ, ക്രിയാസ്, അങ്ങനെയൊക്കെ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. മുമ്പ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. യോഗ എന്ന് പറഞ്ഞാൽ ആസനം എന്നുള്ള അർത്ഥത്തിൽ ഒരു അഭ്യാസം, തലകുത്തി നിൽക്കുക, ഇതൊക്കെയാണ് ഒരു യോഗമായിട്ട് കണക്കാക്കുന്നത്. പക്ഷേ ഇതിൻ്റെ കുറച്ച് ഡീപ്പർ ആസ്പെക്ട്സിലേക്ക് ജനങ്ങൾ വരുന്ന ഇത് വന്നിട്ടുണ്ട്. അതെ, യോഗ അഭ്യസിച്ചു ശാരീരികമായും മാനസികമായും ശക്തി നൽകുന്ന, ശരീരത്തെ പുഷ്ടിപ്പെടുത്തുന്നതാണെന്നാണ് ആദ്യം ഉണ്ടായിരുന്നത്. പിന്നീട് മാറി ഇത് ചികിത്സയ്ക്ക് ഏറ്റവും ഫലപ്രദമായ രീതിയാണ് യോഗ. അത് ഭക്ഷണ ക്രമീകരണവും അതേപോലെ
യോഗയും പ്രാക്ടീസ് ചെയ്ത് ഏത് അസുഖവും മാറ്റാം എന്ന് പറയുന്ന തലത്തിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ് യോഗാചാര്യ TG ചിദംബരത്തിൻ്റെ പ്രത്യേകതയെ ഞാൻ കാണുന്നത്. അതിനുശേഷം ഇന്നിപ്പം എമ്മിലൂടെ നമ്മൾ കാണുന്നത് അത് ശാന്തിക്കും സമാധാനത്തിനും വേണ്ടി മനുഷ്യൻ ജാതിയില്ല, മതമില്ല, എല്ലാ മനുഷ്യരും തുല്യരാണ്, എല്ലാവരും സമാധാനത്തോടെ കഴിയണം, അപ്പം മാത്രമേ നമ്മുടെ എല്ലാവർക്കും പുരോഗതി ഉണ്ടാവൂ എന്നുള്ള ഒരു ചിന്താഗതിയാണ് അദ്ദേഹം കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഈ മാറ്റം എന്ന് പറയുന്നത് അനിവാര്യമായ മാറ്റമാണ്, യോഗയിലൂടെ ഉണ്ടായ മാറ്റമാണ്. അതിനെ വിലയിരുത്തുമ്പോൾ ഈ നേട്ടം എങ്ങനെയാണ് കാണുന്നത്? ഈ നേട്ടം എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് അടിസ്ഥാനപരമായി ഈ യോഗ എന്ന് പറഞ്ഞാൽ ഈ പതഞ്ജലി മഹർഷി നിർവചിച്ചിട്ടുണ്ട്. ഇത് 8 മാർഗങ്ങളാണ്. അഷ്ടാംഗ മാർഗം എന്നാണ് പറയുക. അഷ്ടാംഗ യോഗം എന്ന് പറയുന്നത് യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി. ഈ 8 അവസ്ഥകളാണ്. ഇപ്പം ഉദാഹരണത്തിന് നമ്മൾ ഇപ്പോൾ യോഗാഭ്യാസം എന്ന് പറയുന്നത് നമ്മൾ തുടങ്ങുന്നത് ആസനങ്ങളാണ്. യഥാർത്ഥത്തിൽ ഈ ആസനങ്ങൾക്ക് മുമ്പായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് യമവും നിയമവും, ഡൂസ് ആൻഡ് ഡോൺട്സ്. അപ്പം വ്യക്തിയുടെ സ്വഭാവം എങ്ങനെ, അല്ലെങ്കിൽ ഇത് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എങ്ങനെ ആയിരിക്കണം എന്നുള്ള ഒരു പാഠമാണ് ആദ്യത്തെ 2 കാര്യങ്ങളിൽ പറയുന്നത്. അത് കഴിഞ്ഞാലേ ഇതൊക്കെ ചെയ്തുകൊണ്ട് അർത്ഥമുള്ളൂ. അങ്ങനെ ഒരു പ്യൂരിഫിക്കേഷൻ നമ്മൾ നടക്കണമെങ്കിൽ ഈ ആസനവും പ്രാണായാമവും ഒക്കെ ആവശ്യമാണ്. അങ്ങനെ വരുമ്പോൾ ഈ പറഞ്ഞ നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ യോഗയുടെ ഒരു ഗുണഫലം കിട്ടണം എന്നുണ്ടെങ്കിൽ ഇത് ഈ പടികളിലൂടെ കടന്ന് അങ്ങനെ ഒരു നല്ല വ്യക്തിത്വമായി ഒരാൾ വരികയും ആ വ്യക്തികൾ ഉൾപ്പെടുന്ന സമൂഹം അങ്ങനെ വികസിക്കുകയും ചെയ്യുക എന്നുള്ളൊരു സങ്കല്പമാണ്. അതാണ് യോഗയിലൂടെ സാധിക്കുന്നത്. എന്തായാലും യോഗ എന്ന് പറയുന്നത് നമ്മുടെ ഒരു വ്യക്തിക്ക് മാത്രമല്ല, ഈ സമൂഹത്തിനും പ്രകൃതിക്കും ആവശ്യമായ കാര്യമായി ഇന്ന് വളർന്നിരിക്കുന്നു. അപ്പോൾ ഇൻ്റർനാഷണലായി സമാധാനമുണ്ടാക്കാനും ശാന്തി ഉണ്ടാക്കാനുമുള്ള മാർഗമായി ഇന്നിപ്പോൾ ലോകം അംഗീകരിച്ചിരിക്കുന്നു. അപ്പോൾ അതിൽ നമ്മുടെ യോഗാചാര്യ TG ചിദംബരം തുടങ്ങി ഇങ്ങോട്ട് എടുത്തു നോക്കിയ നരേന്ദ്രമോദി അടക്കമുള്ള ആളുകൾ അതിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും സന്തോഷിക്കാവുന്ന ഒരു കാര്യം. കാരണം ഒരു കാലത്ത് പരിഹസിച്ചിരുന്ന ആളുകളൊക്കെ തന്നെ ഇപ്പം അതിൻ്റെ ആളുകളായി മാറി എന്നുള്ളതാണ് നമ്മൾ അതിൻ്റെ അകത്ത് മനസ്സിലാക്കേണ്ട കാര്യം. എന്തായാലും യോഗയെ തടയാൻ ആർക്കും കഴിയില്ല. യോഗ ഇന്ത്യ നൽകിയിട്ടുള്ള ഏറ്റവും വലിയ സംഭാവനയാണ്. ആ സംഭാവന ലോകത്തിന് ഇന്ന് ശാന്തി സമാധാനവും നൽകുന്നു. അതിനുവേണ്ടി നമ്മുടെ പ്രധാനമന്ത്രി പോലും മുൻകൈയെടുത്ത് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും വളരെ സന്തോഷം. നന്ദി.